ഇസ്രയേലിൻ്റെ രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാദ് ഒരു അത്ഭുതമാണ്. ലോകം പകച്ചു നിൽക്കുകയാണ് മൊസാദിൻ്റെ തന്ത്രങ്ങളിൽ. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA പോലും നാണിപ്പിക്കുന്ന രീതിയിൽ മൊസാദിൻ്റെ ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ മൊസാദ് നൽകുന്ന ഒരു ബലമാണ് ഇസ്രയേലിൻ്റെ അസ്തിത്വത്തെ തന്നെ നിലനിർത്തുന്നത്. നോക്കൂ, ശക്തരായ അറബ് രാജ്യങ്ങളുടെ മധ്യേയുള്ള ഇത്തിരി പോകുന്ന രാജ്യമാണ് ഇസ്രയേൽ. കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ശക്തരായ അയൽ രാജ്യങ്ങളുടെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു ചെറിയ നെത്തോലി മാത്രമാണ് ഭൂമിശാസ്ത്രപരമായി ഇസ്രയേൽ. നോക്കൂ, ഈ വലിപ്പം നോക്കൂ, അറബി ലോകത്തിൻ്റെ ഒരു വലിപ്പം നോക്കൂ. ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ, സൗദി അറേബ്യ എന്നീ വളരെ വലിപ്പമുള്ള രാജ്യങ്ങൾ. ഇനി അറബ് ഇതര മുസ്ലിം രാജ്യങ്ങളായ ടർക്കിയും ഇറാനുമൊക്കെ വലിയ രാജ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ എല്ലാം ചേരുമ്പോൾ അതിശക്തമായ സാന്നിധ്യത്തിൻ്റെ മധ്യത്തിൽ ഇവരോടെല്ലാം ചരിത്രപരമായി പോരടിച്ച് നിന്ന ഇസ്രയേലിനെ നിലനിർത്തിയതും സംരക്ഷിച്ച് നിർത്തിയതും ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ഭാവിയിലും സംരക്ഷിക്കാൻ സാധ്യതയുള്ളതും ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദ് തന്നെയാണ്. മൊസാദിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ച് വളരെ രസകരമായ ഒരു കാര്യം ഈ അടുത്ത സമയത്ത് ഇറാൻ്റെ മുൻ പ്രസിഡൻറ്റ് അഹമ്മദി നെജാദ് പറയുകയുണ്ടായി. താൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് മൊസാദിൻ്റെ ഓപ്പറേഷൻസിനെ മോണിറ്റർ ചെയ്യാൻ കൗണ്ടർ ഇൻ്റലിജൻസ് സംവിധാനം ഇറാൻ ഒരുക്കി. ആ ഇൻ്റലിജൻസ് സംവിധാനം കുറേയേറെ മുന്നോട്ട് പോയി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇസ്രയേൽ തന്നെ പ്ലാന്റ് ചെയ്ത ഒരു ചാരനാണ് ആ ഇൻ്റലിജൻസ്, ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ഇറാൻ എന്തു വിചാരിക്കുമ്പോഴും അത് ഇറാൻ മനസ്സിൽ കാണുന്നത് മരത്തിൽ കാണാൻ തക്ക വൈഭവം ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിന് ലഭിച്ചു എന്നത് പ്രത്യേകമായ കാര്യമാണ്. ഈ മൊസാദ് ഓപ്പറേഷൻ സക്സസ്ഫുള്ളാണ് ഈ അടുത്ത കാലത്ത്. കാരണം പ്രത്യേകിച്ചും കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണം ഇസ്രയേലിന് നേരെ ഉണ്ടായതിന് ശേഷം മൊസാദ് 10 മടങ്ങ് ശക്തമായ സർവെയിലൻസാണ് നടക്കുന്നത്. ഈ നേതാക്കളുടെ വധം തന്നെ നോക്കൂ. ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് ഏറ്റവും അവസാനം നടന്ന പ്രധാനപ്പെട്ട വധം എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയുടെ വധമാണ്. ഹസൻ നസറുള്ളയെ വധിച്ചതിന് പിന്നിലെ കീ ഇൻ്റലിജൻസ് ഇൻപുട്ട് ലഭിച്ചത് ഇറാൻ വംശജനായ ഒരാളിൽ നിന്നാണ്. അവിടെ ബെയ്റൂട്ടിൽ ഇദ്ദേഹം ഒരു ടണലിലേക്ക് അല്ലെങ്കിൽ ഒരു ഭൂഗർഭ അറയിലേക്ക്, ഒരു വലിയ കെട്ടിട സമുച്ചയത്തിൻ്റെ അടിയിലേക്ക് കയറിപ്പോകുന്ന അദ്ദേഹത്തോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ മറ്റ് കമാൻഡർമാരും സീനിയർ നേതാക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ 20ഓളം പേർ കയറിപ്പോകുന്നത് കണ്ട റിപ്പോർട്ട് ഇസ്രയേലിന് കൊടുക്കുകയും അപ്രതീക്ഷിതമായ ഒരു സമയത്ത്, അതൊട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയണമെങ്കിൽ മൊസാദിൻ്റെ ഏജൻറ്റുമാർ നൽകിയ യഥാർത്ഥത്തിലെ കീ ഇൻപുട്ടാണ്. അപ്പോൾ അത് ഹസൻ നസറുടെ വധത്തിൽ മാത്രമല്ല, ഈ കമാൻഡർമാരെ 7ഓളം കമാൻഡർമാരെ തിരഞ്ഞുപിടിച്ച് ഹിസ്ബുള്ളയുടെ തന്നെ കമാൻഡർമാരെ ലെബനൻ ഉള്ളിൽ വിവിധ ഇടങ്ങളിലായി ടാർഗറ്റ് ചെയ്ത് വധിച്ചതിന് പിന്നിലെ ഇൻ്റലിജൻസ് ഇൻപുട്ടുകളും ഗ്യാദർ ചെയ്തത് മൊസാദ് തന്നെയാണ്. അതുമാത്രമല്ല, ഹമാസിൻ്റെ ഒരു കമാൻഡർ ഈ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ വധിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം. അതിന് പിന്നിലെ ഇൻഫോർമേഷൻ ഗ്യാദറിങ് നടത്തിയതും മൊസാദ് തന്നെയാണ്. അവിടെ ഉള്ള എംബസിയിൽ, ഇറാൻ്റെ എംബസി ഡമാസ്കസിൽ, സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ എംബസി ആക്രമിച്ച് ഇറാൻ്റെ നയതന്ത്രജ്ഞരെ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം കൊല ചെയ്തതിൻ്റെ പിന്നിലും മൊസാദിൻ്റെ കരങ്ങളാണ്. എന്തിനധികം, ഇറാൻ്റെ പ്രസിഡൻറ്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ, മോശപ്പെട്ട കാലാവസ്ഥ കാരണം ഹെലികോപ്റ്റർ അപകടത്തിൽ അസർബൈജാൻ അർമേനിയ ആ ഒരു പ്രദേശത്ത് തകർന്നു വീണു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ അടുത്ത സമയത്ത് ഇറാനിൽ നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ നോക്കിയാൽ ഒരുപക്ഷെ അദ്ദേഹം പേജറുകൾ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പേജറിൻ്റെ ഉള്ളറകളിലേക്ക്, ഹിസ്ബുള്ളയെ തകർത്ത പേജറുകളുടെ ഉള്ളറയിലേക്ക് കടന്നു ചെല്ലാൻ ഇസ്രയേൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇറാൻ്റെ പ്രസിഡൻറ്റ് ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ള പേജർ പൊട്ടിത്തെറിച്ചിരിക്കാൻ സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ പേജറുകളുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ പിന്നിലും മൊസാദ് തന്നെയാണ്. പേജറുകൾ വാങ്ങാനെടുത്ത ഹസൻ നസറുള്ള മൊബൈൽ ഒഴിവാക്കി തൻ്റെ ഫൈറ്റേഴ്സിന് പേജറുകൾ വാങ്ങാൻ നിർദ്ദേശം കൊടുത്തപ്പോൾ തന്നെ ഈ അപകടം
തീർച്ചയായും അദ്ദേഹം അറിഞ്ഞില്ല. കാരണം അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ഒരു കമാൻഡ് കൊടുപ്പിച്ചതിലും അത് ഏജൻസികൾക്ക് പല രാജ്യങ്ങളിൽ, ഇതൊരു ബഹുരാഷ്ട്ര സംവിധാനമാണ്. തൈവാനിലെ ഒരു കമ്പനിക്ക് ഓർഡർ കൊടുക്കുന്നു. ആ ഓർഡർ നടപ്പാക്കിയെടുക്കാൻ വേണ്ടി ഹംഗറിയിലെയും ബൾഗേറിയയിലെയും എല്ലാം കമ്പനികൾക്ക് ഓർഡർ കൊടുക്കുന്നു. ആ കമ്പനികൾ ചില മറ്റ് കമ്പനികളെ സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്നു. അങ്ങനെ അവസാനം ഇസ്രയേൽ തന്നെ ഫ്ലോട്ട് ചെയ്ത, മൊസാദിൻ്റെ തന്നെ താല്പര്യപ്രകാരം ഫ്ലോട്ട് ചെയ്ത ഷെൽ കമ്പനികളിൽ ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നു. ആ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച് വെച്ച് തന്നെയാണ് ആ പേജറുകൾ വിതരണം ചെയ്തത്. അതെവിടെയെല്ലാം വിതരണം ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ പൊട്ടിത്തെറികളും വളരെ വലിയ നാശവും ഉണ്ടായി. ആ നാശമെല്ലാം മുൻകൂട്ടി പ്രവചിക്കാൻ മൊസാദിന് കഴിഞ്ഞു. അതിന് തൊട്ട് പിന്നാലെയാണ് ഏറിയൽ ആക്രമണവും എല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഒരു ദിവസം നടക്കുന്ന ഓപ്പറേഷൻ അല്ല ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. നിരന്തരം ഭീതിയിൽ, ശത്രുരാജ്യങ്ങളുടെ മധ്യേ നിരന്തരം ഭീതിയിൽ ജീവിക്കുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിനെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും പ്രധാനമാണ്. അതുകൊണ്ടാണ് ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ, അദ്ദേഹം താമസിച്ചിരുന്നത് ഖത്തറിൽ ദോഹയിൽ താമസിച്ചിരുന്ന അദ്ദേഹം പെസഷ്കിയാൻ്റെ, ഇറാൻ്റെ പുതിയതായി ചുമതലയെടുക്കുന്ന പ്രസിഡന്റ് പെസഷ്കിയാൻ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി ചെല്ലുകയാണ്. ആ ഫോട്ടോഗ്രാഫുകളും ഫുട്ടേജുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആയത്തുള്ള അലി ഖൊമേനിയുമായും മസൂദ് പെസഷ്കിയാനുമായും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഇസ്മായിൽ ഹനിയയുടെ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് അടുത്ത ചിത്രം എന്താണ്? അദ്ദേഹം മരിച്ച വാർത്തയാണ് നമ്മൾ കാണുന്നത്. അതെന്താണ്? ഏറ്റവും സുരക്ഷിതമായ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ തന്നെ ചാരന്മാർ പ്ലാന്റ് ചെയ്ത ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മൊസാദിന് അദ്ദേഹത്തെ വധിക്കാൻ കഴിഞ്ഞത്. തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഹമാസ് എന്ന ശത്രുവിൻ്റെ നേതാവിൻ്റെ തന്നെ തലയർത്തു. അതുപോലെ ഹിസ്ബുള്ള എന്ന ശത്രുവിൻ്റെ നേതാവിൻ്റെ തന്നെ തലയർത്തു. ഇതെല്ലാം സ്വാഭാവികമായ ഒരു മിസൈൽ വന്ന് പതിച്ച് സംഭവിച്ച മരണങ്ങളല്ല. ഇത് കരുതിക്കൂട്ടി നടത്തിയ ഓപ്പറേഷൻ്റെ പരിണിത ഫലമാണ്. അതും മാത്രമല്ല, മൊസാദിനറിയാം ആണവ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇറാൻ ഏറെ മുന്നോട്ട് പോയി, ഇനിയും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ആണവശാസ്ത്രത്തിൻ്റെ, ആണവ സാങ്കേതിക വിദ്യയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങളെ എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഒന്നൊന്നായി ആണവശാസ്ത്രജ്ഞന്മാർ പിന്നീട് ചുമതല ഏറ്റെടുക്കുന്ന ഓരോ ആണവശാസ്ത്രജ്ഞനെയും ഇറാൻ്റെ ഉള്ളിലും മറ്റ് പലയിടത്തും യാത്ര ചെയ്യുമ്പോഴുമെല്ലാം ഈ ഏജൻറ്റുമാർ, മൊസാദിൻ്റെ ഏജൻറ്റുമാർ വകവരുത്തിയത് അങ്ങനെയാണ്. എന്തിന്? ഇറാൻ സൈന്യത്തിൻ്റെ വിഭാഗമായ റിപ്പബ്ലിക്കൻ ഗാർഡുകളുണ്ട്, റവല്യൂഷണറി ഗാർഡുകളുടെ തലപ്പത്തുണ്ടായിരുന്ന ഖാസിം സുലൈമാനിയെ വധിച്ചത് അമേരിക്കയാണെങ്കിൽ പോലും അതിന് പിന്നിലുള്ള ഇൻ്റലിജൻസ് ഗ്യാതറിങ്ങും നടത്തിയത് രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാദ് തന്നെയാണ്. അപ്പം ചരിത്രപരമായി ഞാൻ പഴയ ചരിത്രങ്ങളൊന്നും തന്നെ മൊസാദിൻ്റെ ഇപ്പോൾ വിവരിക്കുന്നില്ല. ഈ കഴിഞ്ഞ ഒരു വർഷം നടന്ന മിക്ക ഓപ്പറേഷൻസിൻ്റെയും ഇസ്രയേലിൻ്റെ വിജയങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം എന്ന നിലയിൽ നാളുകളിലും ഇസ്രയേലിനെ മുന്നോട്ട് നിലനിർത്തേണ്ട ഒരു ചുമതല വന്നിരിക്കുന്നത് മൊസാദിനാണ്. അതുകൊണ്ട് എല്ലാ കണ്ണുകളും മൊസാദിലേക്ക് കേന്ദ്രീകരിക്കുകയും എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിൽ മൊസാദിൻ്റെ ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻസിൻ്റെ വലിയ നിര തന്നെയുണ്ട്. അതുകൊണ്ട് മൊസാദ് എന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഓപ്പറേഷനിൽ നിന്നും എല്ലാ രാജ്യങ്ങൾക്കും, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് ഏറെ പഠിക്കാനുണ്ട്. ഏത് രാജ്യമാണോ രഹസ്യാന്വേഷണ സംവിധാനം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നത് അവർക്ക് സംഘർഷങ്ങളിൽ വിജയമുണ്ടാകും എന്ന പാഠം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്.